മോനെ, ഞാൻ ആ രേഷ്മ കൊച്ചിന്റെ മുറിയിലേക്കൊന്ന് പോവണേ. കണ്ടില്ലെങ്കിൽ വീട്ടിലേക്ക് അറിയിച്ചേക്കണേ. സിസ്റ്ററെ, ഒന്ന് എന്റെ കൂടെ വരാമോ? എനിക്ക് വേറെ പണിയുണ്ട്. എന്റെ ഔസേ പുണ്യാളാ, ഞാൻ ജീവനോടെ തിരിച്ചു വന്ന ഒരു കൂട് മെഴുതിരി മേടിച്ച് കത്തിച്ചേക്കാവേ. മോളെ, ഇന്ന് എലിയായിട്ടാണോ പുലിയായിട്ടാണോ അവതാരം? മോളെ, രണ്ട് ഇരട്ടടക്കം 8 മക്കളെ എനിക്ക്. അവർക്ക് തള്ളിയില്ലാണ്ടാക്കല്ലേ. കെട്ടിയോൻ തളർവാദം പിടിച്ച് കിടക്കാണ്. അങ്ങേരെ വിധവയാക്കല്ലേ. മോളെ, മോളൊന്ന് എണീറ്റ് വാ. ഞാൻ ഈ ഷീറ്റൊക്കെ ഒന്ന് മാറ്റട്ടെ. നല്ല കുട്ടിയല്ലേ? മെല്ലെ മെല്ലെ. ആ, ഇവിടെ നിൽക്കിട്ടാ. അനങ്ങല്ലേ. നല്ല കുട്ടിയല്ലേ? എനിക്ക് പണി ഉണ്ടാക്കല്ലേ. ഇന്നലെ ഓർക്കാപ്പുറത്തായതുകൊണ്ടാ. അല്ലെങ്കിലേ എനിക്കും ചില മർമ്മൊക്കെ അറിയാം. മർമ്മം നോക്കി ഞാൻ പിടിച്ചാ പിന്നെ മതളകി നിൽക്കണ ആന വരെ മൂക്കൊണ്ട് കർത്താവേ. മോള് പക്ഷെ നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം. അയ്യോ പോയാ ഓടല്ലേ കുഞ്ഞെ, എന്റെ കർത്താവേ. എടാ ചന്ദ്ര, ഇതൊന്ന് പിടിക്കണ. അയ്യോ മോളെ, ഓടല്ലേ, നിക്ക്. എന്റെ ഈശോയെ എവിടെ പോയി? എന്നെങ്കിലും ഒരിക്കൽ നക്ഷത്രങ്ങളുടെ ആ ലോകത്ത് നിന്ന് മോളെ കാണാൻ അമ്മച്ചി വരൂ. ഒരിക്കൽ, ഒരിക്കൽ മാത്രം. നീ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. വരൂ മോളെ. വെളിച്ചം കണ്ടിട്ട് തള്ള കിടന്ന് അലർന്നു. നീ ആ കഥ അടച്ചേക്കണം. അയ്യോ അയ്യോ അയ്യോ, എന്തൊരു വയറ്റ് വേദന, എനിക്ക് സഹിക്കാൻ വയ്യായേ. ഡോക്ടറെ, എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഡോക്ടറെ ഒന്ന് കാണണം. ഞാൻ ഇവിടുത്തെ ഡോക്ടറാ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 10 വർഷം പഠിച്ചതാ. എന്താ പ്രശ്നം? അതെ, പോടാ പ്രാന്ത. അയ്യോ ഡോക്ടറെ, പുസ്തകം വായിച്ചോണ്ടിരുന്നാ മതിയോ? എന്നെ രക്ഷിക്കണേ. കേസ് ഓഫ് ഹാലുസിനേഷൻ കൂടെ കൂടെ ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ ഡോക്ടറെ കാണണം. വയറുവേദന സഹിക്കാൻ വയ്യ. അവൻ തൊഴിക്കണു. പറഞ്ഞൂടെ കളയാ. ഞാൻ ഒരു കുതിരയെ വിഴുങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാ ഡോക്ടറെ. ഇന്നാളൊരു പട്ടി വിഴുങ്ങിന്ന് പറഞ്ഞു. അതെന്നെ കടിച്ചിട്ടാ. ഞാൻ വിട്ടുകൊടുക്കോ? പുറകെ ഓടി ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഒറ്റ ഇരിപ്പിടി വിഴുങ്ങി. അയ്യോ, കുതിര മുതിര തിന്നുന്നു. അയ്യോ, അവൻ വീട്ടിൽ ചവിട്ടുന്നു. എന്താ തന്റെ പേര്? ബർണിംഗ് ഡിസയർ. അതൊരു കുതിരയുടെ പേര്. അളിയൊരു കുതിരപ്പന്തി നടക്കുന്നിടത്തായിരുന്നു ജോലി. ഒരു കുതിരയുടെ കയ്യിൽ നിന്ന് തലക്കിട്ടൊരു ചവിട്ട് കിട്ടി. അന്ന് തുടങ്ങിയതാ. എന്തിനാ കുതിരയെ വിഴുങ്ങിയത്? അതെ, വീടളിയാ, കാര്യം പറയട്ടെ. അതെ, കഴിഞ്ഞ റേസിന്റെ തലേ ദിവസം ഞാൻ എന്റെ ബർണിംഗ് ഡിസയറിനെ കുളിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. 2 തവണ അടുപ്പിച്ച് ജാക്ക്പോട്ട് വിൻ ചെയ്തവനാ. ഹാട്രിക് ഹാട്രിക്. അപ്പോഴാണ് സിൽവർ സ്ട്രിക്ക് പാഞ്ഞു വരുന്നത്. അവൻ എന്റെ ഡിസയറിന്റെ സ്ഥിരം ശത്രുവാ. മാരിയപ്പന്റെ കുതിര, ഡോക്ടർക്ക് അറിയില്ലേ? അവൻ എന്റെ ഡിസയറിനെ കൊല്ലാൻ വന്നു. ഞാൻ വിടുവോ? അവൻ എന്റെ അടുത്ത് വന്നതും ഒറ്റ വിഴുങ്ങൽ. ഇപ്പൊ റേസിന്റെ ടൈമാ. പുറത്തേക്ക് ഇറങ്ങാൻ അവൻ വയറ്റി കിടന്ന് ഓടുക. ഞാൻ ഛർദ്ദിച്ചു നോക്കി, അപ്പിട്ട് നോക്കി, എന്നിട്ട് പുറത്തു വന്നില്ല. പുറത്തേക്ക് വരുന്നില്ല. കള്ളൻ. ഡോക്ടർ, അവൻ എങ്ങനെയെങ്കിലും ഇത് പുറത്തെടുക്കോ? ശരി, ഞാൻ നോക്കട്ടെ. വീടാളിയ കേക്കുന്നില്ലേ? ആ,
നമുക്കൊരു കാര്യം ചെയ്യാം. ആ. ഡോക്ടർ ഇതിനെ ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുത്തേക്കാം. എനിമ പോരാ. ഓപ്പറേറ്റ് ചെയ്യാം. ഓപ്പറേറ്റ് ചെയ്യാം. ഓപ്പറേഷൻ വേണ്ട. മനസ്സിലായി. എനിമ മതി. ഓപ്പറേറ്റ് ചെയ്യാം. കുതിര ഇവിടെ കിടന്നോട്ടെ. ആ. അയ്യോ, ഓപ്പറേഷൻ വേണ്ട. അയ്യോ, കുതിര തൊഴിൽ നിർത്തി വാലിട്ടടി തുടങ്ങി. ഇനി ഞാൻ ആനയെ വിഴുങ്ങിയാലും കുതിരയെ വിഴുങ്ങത്തില്ല. എനിക്ക് ഓപ്പറേഷൻ വേണ്ട, എനിമ മതി. കുതിര വയറിന്റെ ചോരുവേ നക്കുന്നു. ഇക്കിളി ഇക്കിളി. ഓപ്പറേഷൻ തിയേറ്റർ. അയ്യോ, അയ്യോ. ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമുണ്ട്. വേദനയുണ്ടോ? ഇല്ല. ഓപ്പറേഷൻ ചെയ്ത് ജീവനോട് തന്നെ ഞാൻ ആ കുതിരയെ പുറത്തെടുത്തു. എന്നിട്ട് എവിടെ? റേസിന് പോയോ? വാ. ഇതാണോ? അല്ല അല്ല, ദാ നിൽക്കുന്നു, കണ്ടോ? ഹേയ്, അത് കറുത്ത കുതിരയല്ലേ? ആ. ഞാൻ വിഴുങ്ങിയത് വെള്ള കുതിരയാ. ഏയ്, അത് വയറ്റിനകത്ത് കിടന്ന് കളർ മാറിയതാ. ഇല്ല, ഇല്ല. ഇപ്പോഴും അത് വയറ്റിൽ തന്നെ ഉണ്ട്. ഇല്ല, ഇല്ല. അത് വയറ്റിൽ കിടന്ന് ഓടുന്നു. അല്ല. എന്നെ കൊണ്ട് ഓടാൻ ഏയ്, പോകുന്നു. ഏയ്, നിക്ക്. ഏയ്, അയാളെ പിടിക്കേ, അയാളെ പിടിക്കേ. ഇവിടെ മുതലാണ് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത്. കടലുമായി എന്തോ കണക്ഷൻ ഉണ്ട്. ഡെഫിനറ്റ്ലി ഇത് സീ ഫോബിയ തന്നെ ആവാനാണ് സാധ്യത. ഫോബിയ പലതുമായും ബന്ധപ്പെട്ട് വരാം. വസ്തുക്കളോ നിറങ്ങളോ ശബ്ദങ്ങളോ എന്തും. ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു സംഭവത്തെ മനസ്സ് മറ്റൊന്നിലേക്ക് മാറ്റിക്കളയും. ആ സംഭവം നടന്ന ചുറ്റുപാടിലുള്ള എന്തിലെങ്കിലും ആയിരിക്കും മനസ്സേറി പിടിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സെയിമായിട്ടാണ് അസോസിയേഷൻ. രേഷ്മ, ഇതൊക്കെ ആരാ നോക്കി? മോക്ക് എന്നെ മനസ്സിലായോ? രേഷ്മയ്ക്ക് എന്നെ മനസ്സിലായോ? രേഷ്മ ആദ്യമായിട്ട് കടല് കാണുന്നത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? കൊച്ചുനാളിൽ സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോയപ്പോഴാണെന്ന് ഇച്ചായൻ പറഞ്ഞു. ആണോ? പിന്നെ ഇച്ചായൻ്റെ കൂടെ രേഷ്മ പല പ്രാവശ്യം കടപ്പുറത്ത് പോയിട്ടുണ്ട്. അന്നൊന്നും രേഷ്മയ്ക്ക് കടലിനെ പേടിയുണ്ടായിരുന്നില്ല. തീരെ വരുമ്പോൾ കടലിലേക്ക് ഇറങ്ങി രേഷ്മ തുള്ളിച്ചാടുമായിരുന്നു, അല്ലേ? പിന്നെ എപ്പോഴാണ് കടല് കാണുമ്പോൾ പേടിയാക്കാൻ തുടങ്ങിയത്? കോളേജിൽ വെച്ച് രേഷ്മ ഫ്രണ്ട്സുമായിട്ട് ഇടയ്ക്കിടെ ബീച്ചിൽ പോകാറുണ്ടായിരുന്നല്ലേ? അന്ന് എക്സാം കഴിഞ്ഞ് രേഷ്മ ഫ്രണ്ട്സുമായിട്ട് ബീച്ചിൽ പോയി. രേഷ്മ, റിലാക്സ്, റിലാക്സ്, ടേക്ക് ഇറ്റ് ഈസി, റിലാക്സ്. She is not responding. She is resisting. സാരമില്ല, നമുക്ക് സാവധാനം ചോദിച്ച് മനസ്സിലാക്കാം.
ബീച്ചിൽ എന്താണ് നടന്നതെന്ന് ആ കുട്ടി എന്നോട് മണി പോലെ പറയും. കാണണോ? മനഃശാസ്ത്രം എന്ന് പറയുന്നത് നിന്റെ ടേബിൾ ടെന്നീസ് കളിയൊന്നുമല്ല. അതിന് നിങ്ങളുടെ മനഃശാസ്ത്രവും ഡിഗ്രി ഒന്നും വേണ്ട. കുറച്ച് കോമൺ സെൻസ് ഉണ്ടായാൽ മതി. നമ്മളിപ്പോ നടന്നിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ഒരു കഥയുണ്ടാക്കി ആ കുട്ടിയോട് പറയുന്നു. ആ കുട്ടി അത് റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വേറൊരു കഥ പറയുന്നു. ഉദാഹരണത്തിന്, ആ കുട്ടിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് കരുതുക. അവളും അയാളും കൂടി നല്ല മഴയുള്ള ഒരു രാത്രി നൈറ്റ് ഷോയ്ക്ക് പോകുന്നു. തിരിച്ചു വരുന്ന വഴി ഓട്ടോറിക്ഷ കിട്ടുന്നില്ല. രണ്ടുപേരും കൂടി നടക്കുന്നു. കൂരിരുട്ട്. ഒരു കാറിൽ 4-5 റൗഡികൾ വന്ന് കാമുകനെ ഇടിച്ചിട്ടിട്ട് അവളെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. എന്നിട്ട് വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് ക്രൂരമായി റേപ്പ് ചെയ്യുന്നു. ആ ഷോക്കിൽ നിന്ന് അവളുടെ സമനില തെറ്റുന്നു. ഇതേത് സിനിമയിലെ കഥയാ? എന്താ അങ്ങനെ സംഭവിച്ചൂടെ? ഈ കഥയിൽ ബീച്ച് എവിടെ? ഓ, ബീച്ച് വേണം അല്ലേ? ശരി, ബീച്ചുള്ള വേറൊരു കഥ പറയാം. ആ കുട്ടിയും കൂട്ടുകാരികളും കൂടി ഒരു സന്ധ്യയ്ക്ക് ബീച്ചിൽ കാറ്റുകൊള്ളാൻ പോകുന്നു. നിർത്ത. നിന്റെ ഈ പുളുക്കഥയൊന്നും കേട്ടിരിക്കാൻ എനിക്ക് നേരമില്ല. പുളുക്കഥ കൊണ്ട് പ്രയോജനം ഉണ്ടാവുന്ന സാറൊന്ന് നോക്ക്. ഒന്നുമില്ലെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിന്റെ മോളല്ലേ ഞാൻ. വേറൊരു സൈക്കാട്രിസ്റ്റിന്റെ പെണ്ണല്ലേ. ആ കുട്ടിയുമായി ഞാനിന്ന് കമ്പനി അടിക്കാൻ പോവാ. വിത്തിൻ 24 hours നടന്ന എന്താണെന്ന് കൃത്യമായി കണ്ടുപിടിച്ചു തരാം. താനൊന്ന് ശ്രമിച്ചു നോക്ക്. രേഷ്മ, രേഷ്മ, കുട്ടിക്കെന്നെ ഓർമ്മയുണ്ടോ? കുട്ടിയുടെ കോളേജിൽ തന്നെ ഞാനും സെക്കൻഡ് MA ഡേ സ്കോളറാ. നമ്മള് ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട് ക്യാൻറ്റീനിൽ വെച്ച്. സുനന്ദ ഉണ്ടായിരുന്നു കൂടെ. സുനന്ദ അറിയില്ലേ? കുട്ടിയുടെ നാട്ടുകാരി തന്നെയാ. പിന്നെ അന്ന് കോളേജിലേക്ക് പ്രിയയുടെ ഡാൻസ് നടക്കുമ്പോ നമ്മൾ അടുത്തടുത്താ ഇരുന്നത്. ഒരുമിച്ച് കൂവിയത് ഓർമ്മയുണ്ടോ? കുട്ടിയുടെ ഹോസ്റ്റലിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്നെ ഓർമ്മ വരുന്നുണ്ടോ? ആ, അതിന് കൊച്ചുകൊടുത്ത കോളേജിലല്ലേ പഠിച്ചിട്ടുള്ളത്? അത് ശരി, തള്ളയുടെ വട്ട് ഇതുവരെ മാറിയില്ലല്ലേ? എന്നിട്ടാണോ യൂണിഫോം ഇടാതെ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? ചെല്ല് പോ. വാ രേഷ്മ, വാ. ആനയ്ക്ക് ഭ്രാന്ത് പിടിച്ച ചങ്ങലിക്കിടാം, ചങ്ങലിക്ക് ഭ്രാന്ത് പിടിച്ച യൂണിഫോം ഇടാം.